പാകിസ്ഥാന്റെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ട്. ഇപ്പൊ നമ്മൾ ചില സമയത്ത് ന്യൂസ് പണ്ട് പാകിസ്ഥാന്റെ ന്യൂസ് പേപ്പറിൽ അവർ പരസ്യം കൊടുക്കുമായിരുന്നു, നിങ്ങൾക്ക് ജിഹാദ് ചെയ്യാൻ കശ്മീരിൽ പോകണമെങ്കിൽ ചെറുപ്പക്കാർ വരൂ, ഞങ്ങളെ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുത്തിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ഇന്ന് അവർക്ക് ധാരാളം യുവാക്കളുണ്ട്, കാരണം അവിടെ ജോലിയില്ല. അവർക്ക് അവിടെ വേറെ, ഞാൻ നേരത്തെ പറഞ്ഞ അവർ ഇപ്പോൾ ഒരാള് കശ്മീരിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്, അവിടുത്തെ ആളുകൾ നിൽക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിലേക്ക് അവർ പൈസ കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ ഇന്ന് ഫണ്ടിങ്ങിന്റെ വലിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഞാനൊരു 10-15 വർഷം മുമ്പൊക്കെ ആ സമയത്ത്, അല്ലെങ്കിൽ 99-2000 അന്ന് ധാരാളം വെസ്റ്റ് ഏഷ്യ കൺട്രീസിൽ നിന്ന് പൈസ വരുന്ന ഒരു സമയത്ത് ധാരാളം പൈസ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അന്ന് ഈ ആളുകൾ വരുമ്പോൾ അവർക്കൊരു തുക കൊടുക്കും. പിന്നെ രണ്ടാമത് അന്ന് പാകിസ്ഥാനിൽ നിന്ന് ജയിലിൽ കിടക്കുന്ന ആളുകളെ അവരെ മോചിപ്പിച്ച് വിടുമായിരുന്നു. ആൻഡ് നമുക്ക് നേരിട്ട് ഈ ടെററിസ്റ്റുകളെ പിടിച്ചിട്ടുള്ള ആളുകളുടെ അടുത്ത് ഇവർ ഈ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇവിടെ ഇവർക്ക് പള്ളിയിൽ ഇവർക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ള ഒരു ബ്രെയിൻ വാഷ് ഇവിടുത്തെ സ്ത്രീകളെയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇവരിവിടെ വന്ന് കാണുമ്പം അവിടെ ഈ അസാൻ വിളിക്കുന്നു എല്ലാം വളരെ നോർമലായിട്ട് കാണുമ്പോൾ ഇവരെല്ലാം ഞെട്ടിപ്പോകും. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ ഇതല്ലല്ലോ, ഇവിടെ ഇത്ര സമാധാനമായിട്ടാണ് നിൽക്കുന്നതെന്നുള്ളത് കാണുമ്പോഴാണ് ഇവരുടെ ഈ മനമാറ്റവും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവർക്ക് ഇവിടെ വരുമ്പോൾ ഇവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ വിട്ടിട്ടാണ് വരുന്നത്. അപ്പൊ ഇതൊരു ബ്രെയിൻ വാഷ്ഡ് ആയിട്ടുള്ള പാകിസ്ഥാന്റെ ഒരു സ്ട്രാറ്റജിയാണ്. എങ്ങനെയെങ്കിലും നമ്മളെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ശല്യം ചെയ്യാൻ വേണ്ടി ഈ കശ്മീർ ഇഷ്യൂ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതല്ലാതെ വേറെ ഒരു ഇഷ്യൂ അല്ല. അതിന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ പാകിസ്ഥാൻ ISI എന്നാണ് അതിന്റെ ബാക്കിൽ. അവർക്ക് അതിന്റെ ഡെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ട്. അവർ നോക്കുന്ന ഏതൊക്കെ റൂട്ട് കൂടെ വരണം, ആരൊക്കെയാണ് പോകേണ്ടുള്ളത്, ഏത് ലെവലിൽ നിർത്തണം വയലൻസ്. ബിക്കോസ് അവർക്ക് ഒരു പേടിയുണ്ട്, ഒരു ലെവൽ വയലൻസ് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടി കിട്ടും. അതാണ് ബാലക്കോട്ടിലൊക്കെ നടന്നത്. അപ്പൊ ആ വയലൻസ് ലെവൽ എത്രമാത്രം നിർത്തണം, തീർത്തും അങ്ങ് നിർത്തി കഴിഞ്ഞാൽ ഈ കശ്മീർ ഇഷ്യൂ സോൾവ് ആകുന്നുള്ള രീതിയിലേക്ക് വരും. അതും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം മാനേജ് ചെയ്യുന്ന പാകിസ്ഥാന്റെ ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ISI ആൻഡ് അതർ ഏജൻസീസ് ആണ്.